അതെ, നത്തോലി ഫ്രൈ വെച്ചിട്ടുണ്ടോ? അതെ, നമുക്കിന്നൊരു നത്തോലി ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇത് വീട്ടിൽ കുറച്ച് സൂചിക്കുഴി ഉണങ്ങിയതിരിപ്പുണ്ടായിരുന്നു. അത് ദേ എടുത്തിട്ട് കഴുകി വാരി വെച്ചു. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കഴുകി നല്ല വെള്ളം വാർന്ന് വെച്ചേക്കുന്ന നത്തോലി ഇട്ട് കൊടുക്കാം. ആദ്യം വേപ്പിലിടണം കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ ആ ഒരു എണ്ണയ്ക്ക്. എന്നിട്ട് അതിൽ കിടന്നിട്ട് നത്തോലി ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ. ഇങ്ങനെ കുറച്ച് വേപ്പിൽ ഫസ്റ്റ് ഇട്ടിട്ടൊന്ന് മുരിക്കണം. എന്നിട്ട് നമ്മുടെ നത്തോലിയും കൂടെ കഴുകി വാരി വെച്ചേക്കുന്ന നത്തോലിയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇളക്കി നല്ല ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് എണ്ണയൊക്കെ കൂടുതൽ വേണം കേട്ടോ. അതിനകത്തൊന്നും പിശുക്ക് കാണിക്കേണ്ട, ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അത്ര തന്നെ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിപ്പോൾ വീട്ടിൽ ഉണക്കിയ ഒരു നത്തോലി ആയതുകൊണ്ട് അതിനധികം വേണമെന്നില്ല, എന്നാലും ഒരു ഇച്ചിരി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടേക്ക്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊരു സ്മെല്ലാന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഈ മഴയും പിടിച്ചിട്ട് നത്തോലി ഫ്രൈയും കൂട്ടി ഇത്തിരി ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാനുണ്ടല്ലോ, എന്നാ ടേസ്റ്റാണെന്നറിയാമോ. ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ, ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താലുണ്ടല്ലോ നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചതച്ച ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ടേ. നോക്കിക്കേ, നല്ല മുറ്റും വരാന്നിരിക്കും. കരിയിച്ച് കളയരുത് കേട്ടോ. നല്ല കറക്റ്റ് പാകത്തിന് ചെറിയ തീയിലിട്ടെടുക്കണം. അപ്പോൾ ഓക്കെ, ഇതും കൂട്ടി കഞ്ഞി കുടിച്ചോളൂ.